നമസ്കാരം. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ കറിയാണ് ഇന്നത്തെ റെസിപ്പി. ഇത് നിങ്ങൾക്ക് ചോറിനൊപ്പമോ അതല്ലെങ്കിൽ ചപ്പാത്തിക്കൊപ്പമോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ഈ കറി ഉണ്ടാക്കാൻ നമുക്ക് പ്രധാനമായി ആവശ്യമുള്ളത് അടച്ചു വെച്ച് വേവിക്കാൻ സൗകര്യമുള്ള ഒരു ഡീപ്പ് ബോട്ടം പാനാണ്. അത്തരം ഒരു പാനിലേക്ക് 3 മീഡിയം സൈസ് ടൊമാറ്റോ കട്ട് ചെയ്തത് ഇടുക. അതിനുശേഷം ഇതിലേക്ക് ഒരു സവോള ചെറുതായി സ്ലൈസ് ചെയ്തത്, 2-3 ഗ്രീൻ ചില്ലി നടുവേ കീറിയത്, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായി കട്ട് ചെയ്തത്, വെളുത്തുള്ളിയുടെ അല്ലി 4 എണ്ണം ചോപ്പ് ചെയ്തത്, അല്പം കറിവേപ്പില, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഉപ്പ്. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല, മാറിപ്പോകരുത്. 1 കപ്പ് വെള്ളം. ഇനി സ്റ്റൗ ഓണാക്കിയ ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇത് അടച്ചു വെച്ച് തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നീട് മീഡിയം ഫ്ലെയിമിലും വേവിക്കുക. ഇത് കുക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം ഏകദേശം 10 മുതൽ 12 മിനിറ്റ് വരെയാണ്. ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. ഇത് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കണം. അതിനായി ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരണ്ടിയത് ഒരു മിക്സിയുടെ ജാറിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം കൂടി പോകരുത്. വെള്ളം കൂടിപ്പോയാൽ നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത തേങ്ങ ചേർക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം ഉടനെ തന്നെ ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ചേർക്കുക. എത്രത്തോളം ഗ്രേവി വേണം എന്നതനുസരിച്ച് നിങ്ങൾക്ക് 1.5 മുതൽ 2 കപ്പ് വരെ വെള്ളം ചേർക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടുവെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ, തണുത്ത വെള്ളം ചേർക്കരുത്. ഇനി ഇതിലേക്ക് നമുക്ക് കടുകും ചെറിയുള്ളിയും കൂടെ താളിച്ച് ചേർക്കണം. അതിനു മുമ്പായിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. അതുപോലെ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. ഇനി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ, അതായത് ചെറുതായിട്ട് കൊമളകൾ വരാൻ തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം അടച്ചു വെക്കുക. ഇനി കടുക് താളിക്കുന്നതിനായി 2.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചൂടാക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പം തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം 3 ഉണക്കമുളക് നടുവേ മുറിച്ചതിലേക്കിട്ട് ഇളക്കുക. ഇതൊരു ഏകദേശം ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കുക. ഇനി ഇതിലേക്ക് 5 ചെറിയുള്ളി സ്ലൈസ് ചെയ്തത് ചേർത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കുക. നമുക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്തിളക്കാം. ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ കറിയിലേക്ക് ചേർക്കാം. ഇത് ചേർത്ത പാടെ ഉടനെ ഇളക്കരുത്. പകരം ഇത് ഉടനെ തന്നെ അടച്ചു വെക്കുക. ഇങ്ങനെ കടുക് താളിക്കുന്നതിലാണ് ഈ കറിയുടെ ടേസ്റ്റ് മുഴുവൻ. ഇങ്ങനെ ചുരുങ്ങിയത് 4-5 മിനിറ്റ് നേരമെങ്കിലും അടച്ചു വെക്കുമ്പോൾ നമ്മൾ താളിച്ച് ചേർത്ത ചെറിയുള്ളിയുടെയും ഉണക്കമുളകിൻ്റെയും അതുപോലെ തന്നെ ആ കറിവേപ്പിലയുടെയൊക്കെ ആ ഫ്ലേവറും ആ മണവും ഒക്കെ ഈ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങും. 5 മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. ടൊമാറ്റോ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. See you with another video. Thanks for watching.